ഇന്നൊരു സ്നാക്സ് ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്, വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ രണ്ട് ഘട്ടമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സ്പ്രിംഗ് റോളിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഈ കാണുന്നത്. ഒരു 50 ഗ്രാം ക്യാബേജ്, 50 ഗ്രാം ക്യാരറ്റ്, പിന്നെ ഒരു 4 ബീൻസ്, ഇത്രയും എടുത്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. നല്ല പരമാവധി നൈസായിട്ട് ഈ 3 ഐറ്റവും ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് അല്പം ഉപ്പ് വേണം, പഞ്ചസാര വേണം, കുരുമുളക് പൊടി, അജിനാമോട്ടോ, ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഇത്രയും. പിന്നെ നമ്മൾക്കൊരു അല്പം പാം ഓയിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിലും വേണം. ഇത്രയുമാണ് ആദ്യ ഘട്ടത്തിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മളുടെ വെജിറ്റബിൾസ് ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾക്കിതൊരു ഹാഫ് കുക്കിൽ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് നമ്മളുടെ മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം അല്പം ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുത്തു, പിന്നെ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു നുള്ള് അജിനാമോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ സോസുകളാണ് ചേർക്കേണ്ടത്. ഒരല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് ഒരുപാടാവരുത്, കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അല്പം മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരല്പം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഷീറ്റ് റെഡിയാക്കണം. ഞാൻ അതിനുവേണ്ടി അല്പം മൈദ, ഓയിൽ, പിന്നെ ഈ മൈദ ഒരു കപ്പ് മൈദയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് 2 മണിക്കൂർ വച്ചതിന് ശേഷം ബോൾ പിടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാനൊരു ചെറിയ ബോളിലേക്ക് ഒരു 1/2 സ്പൂൺ മൈദയും ഒരു അത്യാവശ്യത്തിന് അല്പം ഓയിലും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ബോൾസിനെ, മൈദ ബോളിനെ നമുക്കൊരു പപ്പട വട്ടത്തിൽ ഒന്ന് പരത്തിയെടുക്കണം. ആദ്യം മൈദ ബോളിനെ മൈദയിലൊന്ന് മുക്കിയെടുത്ത് നമ്മൾക്കിത് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മൈദ ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് എല്ലായിടത്തും ആകത്തക്ക വിധത്തിലൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലെയർ നമ്മൾക്ക് കമത്തി വെച്ച് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 എണ്ണം വെച്ച് പരത്തിയെടുക്കുന്നത്. ഇനി അതൊരു പാൻ വെച്ച് നമ്മൾക്കൊന്ന് ഹാഫ് കുക്കാക്കി ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് ഡ്രൈ ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമ്മളുടെ ബബിൾസൊക്കെ ഒന്ന് വരും, ആ സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ആ ബബിൾസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾക്കിത് പാനിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിന് ശേഷം നമ്മൾക്കിതിനൊന്ന് സെപ്പറേറ്റ് ആക്കാം. നമ്മൾക്കിനി ഇത് ഒരു ഷീറ്റ് പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾക്കിത് ഫില്ലിങ് ആരംഭിക്കാം. അതിനു മുമ്പ് നമ്മൾക്കിതിന് വേണ്ട ഗമ്മ് ഒന്ന് റെഡിയാക്കണം. ഞാനൊരു 1/2 സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ റോളിന് വേണ്ട പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഗമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫില്ല് ചെയ്യാം. നമ്മളുടെ വെജിറ്റബിളിൻ്റെ പകുതി ആദ്യത്തെ ഷീറ്റിലോട്ട് വെച്ച് കൊടുക്കാം.
ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മടക്കി നമ്മൾക്കൊന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഇതിൽ നിന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റിൽ റോൾ ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടൈറ്റിൽ ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമ്മളുടെ മൈദ പേസ്റ്റ് വെച്ച് നമ്മൾക്കിത് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഓയിൽ മിക്സ് ചെയ്തതല്ല എടുക്കേണ്ടത്, പച്ചവെള്ളത്തിൽ മൈദ മിക്സ് ചെയ്തതാണ് ഗമ്മായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ഷീറ്റും ഇതേമാതിരി നമ്മളുടെ വെജിറ്റബിൾസ് വെച്ച് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റോള് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം പകുതി ഫ്ലെയിമിലേക്ക് ഇട്ട് നമ്മൾക്കിത് രണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 8-10 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനെ പതുക്കെ ഒന്ന് അനക്കിയിട്ട് കൊടുക്കാം. പൊട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടു പോരാനായിട്ട് സഹായിക്കും. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് നേരത്തിന് ശേഷം ഇതിനെ മറിച്ചിട്ട് ആവശ്യത്തിന് എത്രമാത്രം നമുക്ക് ഫ്രൈ വേണം അതിനനുസരിച്ച് ഫ്രൈ ചെയ്ത് നമ്മൾക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.